സമാധാനം പുലരുന്ന ഭാവിയെന്ന പ്രതീക്ഷയോടെ ഗസയിലേക്ക് തിരിച്ചെത്തുകയാണ് ജനങ്ങൾ. പലായനം ചെയ്ത ഗസ മുനമ്പിലെ 2.5 ദശലക്ഷം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജന്മഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ജീവിതം എങ്ങനെ വീണ്ടെടുക്കും എന്ന വലിയ ചോദ്യമുണ്ട് അവർക്ക് മുന്നിൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു 28-കാരി ദുവ അൽ ഖാലിദിയും 5 പിഞ്ചുമക്കളും. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അൽ ഫലൂജിയിലെ വീട്ടിലെത്തിയ അവരുടെ മുഖത്തെ പുഞ്ചിരിമായാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. വീടിന്റെ സ്ഥാനത്ത് കല്ലും മണ്ണും മാത്രം. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും കബറിടങ്ങൾ പോലും കണ്ടെത്താനാവാതെ അവർ വാവിട്ട് കരഞ്ഞു. സമാധാന കരാറിന് ശേഷം ഗസയിലേക്ക് തിരിച്ചെത്തിയ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ആഘോഷത്തിന് സമയം നൽകാതെ ജീവിതം സാധാരണ നിലയിലെത്തിക്കാൻ എന്തു ചെയ്യാനാകുമെന്ന ആലോചനയിലാണ് മടങ്ങിയെത്തിയവർ. 360 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗസയിലെ 2 കെട്ടിടങ്ങളും ആക്രമണങ്ങളിൽ നിലംപൊത്തി. ഗസയുടെ സമഗ്ര പുനർനിർമ്മാണത്തിന് 40 ബില്യണിലേറെ ചെലവ് വരുമെന്നാണ് UNDP നടത്തിയ പഠനം പറയുന്നത്. കരാറിന്റെ 3ാം ഘട്ടത്തിൽ മാത്രമേ ഗസയുടെ പുനർനിർമ്മാണം പരിഗണിക്കുക പോലുമുള്ളൂ. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ഗസയിലെ ജനതയ്ക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ മാത്രം 15 വർഷമെടുക്കും. അതും ആവശ്യമായ സാമഗ്രികൾ ഗസയിലെത്തിക്കാൻ ഇസ്രായേൽ അനുവദിച്ചാൽ മാത്രം. സ്കൂളുകൾ, ആശുപത്രികൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ എപ്പോൾ പ്രവർത്തനക്ഷമമാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഗസ പൂർണ്ണമായി പുനർനിർമ്മിക്കാൻ 80 വർഷമെങ്കിലും എടുക്കും. സമാധാനമെത്തിയതോടെ റഫ അതിർത്തി വഴി സഹായ നീക്കം വേഗത്തിലായി. ഭക്ഷണവും ഇന്ധനവുമായി 100 കണക്കിന് ട്രക്കുകൾ ഉടനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഗസയിലെ ജനത. റിസർച്ച് ഡെസ്ക് 24.